പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർപ്പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട മക്കളെ, ഞായർപ്പള്ളിക്കൂടം എന്ന പ്രഭാഷണ പരമ്പര ആരംഭിച്ചിട്ട് ഇത് 300-ാം എപ്പിസോഡാണ്. 300-ാം എപ്പിസോഡ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യാം. വളരെ ശ്രദ്ധയോടുകൂടെ ശുഷ്കാന്തിയോടുകൂടെ തുടർച്ചയായി ഞായർപ്പള്ളിക്കൂടം പ്രസിദ്ധീകരിക്കുന്നതിൽ ഡോക്ടർ സന്തോഷ്, നമ്മുടെ ചാച്ചൻ സന്തോഷ് നിർവഹിച്ചിട്ടുള്ള സ്തുത്യർഹമായ സേവനം വളരെ വലുതാണെന്ന് ഈ അവസരം നമുക്ക് പ്രത്യേകം ഓർക്കാം. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാഷണ പരമ്പര, ഈ പഠന പരമ്പര തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്, ആളുകളുണ്ട്, പ്രത്യേകിച്ചും കുഞ്ഞുമക്കളുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 300-ാം എപ്പിസോഡ് ഈ അവസരം പ്രസിദ്ധീകരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധനായ മാർ സ്തേഫാനോസ് സഹദായെ സംബന്ധിച്ചാണ്. അദ്ദേഹം ഷമ്മാശന്മാരിൽ പ്രധാനിയായിരുന്നു, സഹദേമാരിൽ മുമ്പനായിരുന്നു. അദ്ദേഹം മഹത്വമുള്ളവനായിരുന്നു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം സഹദേമാരിൽ പ്രധാനിയായിരുന്നു, മുമ്പനായിരുന്നു എന്ന് പറയുമ്പോൾ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രക്തസാക്ഷിമരണം സ്വീകരിച്ച ഒരു പുണ്യവാനായിരുന്നു സ്തേഫാനോസ് സഹദ. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? യേശു ക്രിസ്തുവിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിനായി. അങ്ങനെ സഭയുടെ ചരിത്രത്തിലെ ആദ്യ സഹദയാണ്. തീർച്ചയായിട്ടും യൂഹാനോൻ മാബ്ദാന രക്തസാക്ഷിത്വം പ്രാപിച്ച ആളായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ സഭ ആരംഭിച്ച ശേഷം, അതായത് പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ആദ്യത്തെ സഹദ പെന്തിക്കോസ്തി പെരുന്നാളിലാണല്ലോ സഭയുടെ യഥാർത്ഥമായ ആവിർഭാവം. അതിനുശേഷം യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവനാമ മഹത്വത്തിനായി മറ്റുള്ളവരാൽ പീഡയേറ്റ്, കല്ലേറ് ഏറ്റ് മരണം സ്വീകരിച്ച, സാക്ഷ്യമരണം പ്രാപിച്ച, മാർട്ടിർഡം പ്രാപിച്ച സഹദ ആയിരുന്നു പരിശുദ്ധനായ സ്തേഫാനോസ് സഹദ. അദ്ദേഹം ഷമ്മാശന്മാരിൽ മുമ്പനായിരുന്നു, ആദ്യ പേരുകാരനായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹം തേജസ്വിയായിരുന്നു, മഹത്വമുള്ളവൻ എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് നമ്മളുടെ തുബ്ദേനിൽ, 4-ാം തുബ്ദേനിൽ മഹത്വമുള്ളവനായ മാർ സ്തേഫാനോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ തേജസ്വിയായ സ്തേഫാനോസ് എന്ന് പറയേണ്ടതാണ്. ഈ അവസരം ഈ 3 കാര്യങ്ങൾ നമുക്ക് അടിവരയിടാം. ആരായിരുന്നു സ്തേഫാനോസ്? സ്തേഫാനോസ് സഹദാമാരിൽ മുമ്പനായിരുന്നു. രക്തസാക്ഷി മരണം പ്രാപിച്ചായിരുന്നു. സഹദ എന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷി എന്നാണ്. യഥാർത്ഥത്തിൽ സാക്ഷ്യ ജീവിതമുള്ള ഒരാളായിരുന്നു സ്തേഫാനോസ് സഹദ എന്ന് പ്രത്യേകമായി അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. 7 ഷമ്മാശന്മാരും സാക്ഷ്യജീവിതം ഉള്ളവരായിരുന്നു.
അങ്ങനെ സാക്ഷ്യജീവിതമുള്ള ഒരാളായിരുന്നു സ്തെഫാനോസ് സഹദ. അതേപോലെ തന്നെ സാക്ഷ്യമരണം പ്രാപിച്ച ആളുമായിരുന്നു. സാക്ഷ്യമരണം സാക്ഷ്യജീവിതത്തിൻ്റെ തുടർച്ചയാണ്. സാക്ഷ്യമരണം എന്നെങ്ങനെ സാക്ഷ്യമരണം? രക്തം ചൊരിഞ്ഞ് യേശു ക്രിസ്തുവിന് വേണ്ടി മരണം സ്വീകരിക്കുന്നവരെയാണ് രക്തസാക്ഷികൾ, മാർട്ടിയേഴ്സ് എന്ന് നാം പറയാറുള്ളത്. സാക്ഷ്യജീവിതവും സാക്ഷ്യമരണവും അത് സ്തെഫാനോസ് സഹദയെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള ഒരാളായിരുന്നു സ്തെഫാനോസ് സഹദ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കണം. സാക്ഷ്യജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? ദൈവസന്നിധിയിൽ സാക്ഷ്യജീവിതമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം സ്തെഫാനോസ് സഹദയെ വളരെയധികം സ്നേഹിച്ചു. കാരണമെന്താണ്? പ്രത്യേകമായും പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളയാളും പരിശുദ്ധാത്മാ നിറവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായ ജ്ഞാനം നിറഞ്ഞ ആളായിരുന്നു. ഞാൻ ഇതിനു മുമ്പും അത് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ജ്ഞാനം? വേദപുസ്തകത്തിൽ ജ്ഞാനം, ബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള കെൽപ്പുള്ളയാളാണ്. ഇത് നന്മയാണ്, ഇത് തിന്മയാണ്. അപ്പോൾ രണ്ട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ വരുമ്പോൾ നന്മ തിരഞ്ഞെടുക്കുകയും തിന്മ പുറന്തള്ളുകയും ചെയ്യുവാനുള്ള ആന്തരികമായ ബലം, ഇച്ഛാശക്തി ഉള്ള ആളായിരുന്നു സ്തെഫാനോസ് സഹദ എന്ന് പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. സാക്ഷ്യജീവിതമുള്ള ശമ്മാശന്മാരിൽ മുമ്പനായി, ആദ്യ പേരുകാരനായി സ്തെഫാനോസ് സഹദയെ അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് സാക്ഷ്യജീവിതം, സാക്ഷ്യമരണം. അങ്ങനെ അനുഗ്രഹീതനായ ഒരാളായിരുന്നു സ്തെഫാനോസ് സഹദ. രണ്ടാമത്, അദ്ദേഹം ഷമ്മാശന്മാരുടെ ഗണത്തിൽ 7 പേരെയാണ് ആദിമസഭ തിരഞ്ഞെടുക്കുന്നത്. അതിനെന്താണ് കാരണം? വിധവമാരുടെ സംരക്ഷണമായിരുന്നു, അവരുടെ ഇടയിലുള്ള ശുശ്രൂഷയായിരുന്നു. അന്നത്തെ കാലത്ത് വിധവമാർ ഏതാണ്ട് അനാഥരായിരുന്നു. ആരും അവരെ നോക്കില്ല. അവർക്ക് വസ്തുവകകളിൽ ഓഹരിയില്ല. പിന്നെ അവർ എങ്ങനെ ജീവിക്കും? അങ്ങനെ ജീവിതം വഴിമുട്ടി നിന്നിരുന്ന വിധവമാരെ പരിരക്ഷിക്കുന്നതിൽ, ഒരു വലിയ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ, ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദിമസഭ 7 പേരെ തിരഞ്ഞെടുക്കുന്നത്. ആ 7 പേർ ആ ശുശ്രൂഷ നിർവഹിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശമ്മാശന്മാർ, ശുശ്രൂഷകർ. അവരിൽ ആദ്യത്തെ പേര് സ്തെഫാനോസ് സഹദയുടേതായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, സാക്ഷ്യജീവിതമുള്ള ദൈവമക്കൾ അവരുടെ ജീവിതം പ്രയാസപ്പെടുന്നവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നതിലുള്ള ഒരുക്കമുള്ള, സന്നദ്ധതയുള്ള ആളുകളും കൂടെ ആയിരിക്കുമെന്ന പാഠമാണ് സ്തെഫാനോസ് സഹദയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവിലത്തെ വാക്യം, അതായത് 15-ാം വാക്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സ്തെഫാനോസ് സഹദയെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അങ്ങനെ നിലകൊണ്ടവനാകൊണ്ട് അവനെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവൻ എന്താണ് പറയുവാനുള്ളത് എന്ന് കേൾക്കുകയായിരുന്നു.
അവനെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും അവനോട് ചോദിക്കുകയായിരുന്നു. ന്യായവിസ്താരത്തിൽ നിൽക്കുന്ന സ്തേഫാനോസിനെ ആ ന്യായാധിപ സംഘം, വിധിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന സംഘം അവനെ ഉറ്റുനോക്കി എന്നാണ് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. ശ്രദ്ധയോടുകൂടെ നോക്കി. എന്താണ് അവൻ ശ്രദ്ധാകേന്ദ്രമായി തീർന്നത്? ഇവിടെ പറയുന്നത് അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവിലത്തെ വാക്യമാണ് 15-ാം വാക്യം. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. കുഞ്ഞുങ്ങളെ, 2-3 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവദൂതന് സമനായി നമ്മൾ രൂപാന്തരപ്പെടും എന്നാണ് സ്തേഫാനോസ് സഹത നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠം. അവൻ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ നന്മയിൽ ക്രമീകരിക്കുവാൻ ശ്രദ്ധിച്ചിരുന്ന ജ്ഞാനമുള്ള ആളായിരുന്നു, ബുദ്ധിയുള്ള ആളായിരുന്നു. രണ്ടാമത്, അവൻ പാവപ്പെട്ടവരുടെ ഇടയിൽ, പാവപ്പെട്ട വിധവമാരുടെ അവശതകളും പ്രയാസങ്ങളും കണ്ടത് പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ ഇടയിലെ ശുശ്രൂഷ സ്വീകരിക്കുന്നതിനായി പ്രത്യേകം ആദിമസഭ തിരഞ്ഞെടുത്ത ആളായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വലിയ സാക്ഷ്യം ഇവിടെ നാം കാണുന്നത് ദൈവദൂതൻ്റെ മുഖം പോലെ സ്തേഫാനോസ് കാണപ്പെട്ടു എന്നാണ്. അതിൻ്റെ കാരണം 1, 2, 3 കാരണങ്ങളാലാണ്. ദൈവമുഖത്തേക്ക് നോക്കുന്നവർ സദാപി എപ്പോഴും ദൈവത്തിന് അഭിമുഖമായി ജീവിതത്തെ ക്രമീകരിക്കുന്നവരുടെ മുഖം, ദൈവത്തിൻ്റെ പ്രകാശം അവരുടെ മുഖത്ത് തട്ടി ജീവിതത്തിൽ പ്രകാശിച്ച് അങ്ങനെ തേജസ്സിൻ്റെ ആളത്വമായി മാറുകയാണ്. തേജസ് മുഖത്ത് പ്രകാശിക്കുകയാണ്, വെളിച്ചം മുഖത്ത് പ്രകാശിക്കുകയാണ്. കാരണം ദൈവാഭിമുഖമായി ജീവിതം ക്രമീകരിച്ച ഒരാളായിരുന്നു സ്തേഫാനോസ്. രണ്ടാമത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ കാരണത്താൽ തന്നെ അവൻ കളങ്കരഹിതനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരിൽ ഒട്ടും ഇരുളുണ്ടായിരുന്നില്ല, തിന്മയുണ്ടായിരുന്നില്ല. എവിടെ നന്മയുണ്ടോ അവിടെ വെളിച്ചമുണ്ട്, എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ പ്രകാശമുണ്ട്, എവിടെ അശുദ്ധിയുണ്ടോ അവിടെ ഇരുട്ടുണ്ട്, എവിടെ തിന്മയുണ്ടോ അവിടെ അന്ധകാരം നിറഞ്ഞിരിക്കും. അപ്പോൾ തിന്മയിൽ നിന്ന് മുക്തനായി വിശുദ്ധിയിൽ നിറഞ്ഞവനായി അങ്ങനെ ഒരു ജീവിതം നയിച്ചതുകൊണ്ട് അവൻ ദൈവദൂത സമാനനായി മാറുക, ദൈവദൂതനെ പോലെ രൂപാന്തരപ്പെടുന്ന ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു സ്തേഫാനോസ് സഹത എന്ന് നമ്മൾ പ്രത്യേകം പഠിക്കുന്നു. അങ്ങനെയാണ് സ്തേഫാനോസ് സഹതയെ നമ്മൾ കാണുന്നത്. സ്തേഫാനോസ് സഹതയെ സംബന്ധിച്ച് അവൻ ആദ്യത്തെ പുതിയ നിയമ സഹതയായിരുന്നു എന്ന് നാം കാണുന്നു. സ്തേഫാനോസ് എന്ന പദത്തിൻ്റെ അർത്ഥം കിരീടം എന്നാണ്. ഒരു വലിയ പോരാട്ടമായിരുന്നു ജീവിതം. ആ പോരാട്ടത്തിൽ തിന്മയോടുള്ള പോരാട്ടം, തിന്മയോട് ശക്തികളോടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ അവൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് രക്തസാക്ഷി മരണം സ്വീകരിക്കേണ്ടതായി വന്നു. സ്തേഫാനോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കിരീടം എന്നാണെന്ന് സൂചിപ്പിച്ചല്ലോ. ഈ പോരാട്ട മരണം സ്വീകരിച്ച സ്തേഫാനോസിന് ദൈവം സഹതാമാർക്ക് നൽകുന്ന, പോരാട്ടക്കാർക്ക് നൽകുന്ന വിജയ കിരീടം അവനെ ധരിപ്പിച്ചു. സ്തേഫാനോസ് എന്ന പേരും സ്തേഫാനോസ് നയിച്ച ജീവിതവും അതിൻ്റെ ഫലമായി അവൻ രക്തസാക്ഷിയായി തീർന്നതുകൊണ്ട് അവന് ദൈവം വിജയത്തിൻ്റെ കിരീടം നൽകിയതും ഇതെല്ലാം ഒന്നിച്ചിണങ്ങി വരുന്ന ഒരാളത്വമായിരുന്നു സ്തേഫാനോസ് സഹതായുടെ. കുഞ്ഞുങ്ങളെ, സ്തേഫാനോസ്
നമുക്ക് മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ ഞായർ പള്ളിക്കൂടം ആരംഭിച്ചിട്ട് 300-ാം എപ്പിസോഡ് 300-ാം ഞായറാഴ്ചയാകുമ്പോൾ സ്തേഫാനോസ് സഹദ ഒരു മാതൃകാ പുരുഷനായി, ദൈവപുരുഷനായി, ശോഭിതനായി നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സ്തേഫാനോസ് സഹദയുടെ മധ്യസ്ഥത കാവലും കോട്ടയുമായിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകും.